മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികളുമായി പോലീസ് സംഘം തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. കുട്ടികളെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്തും. കൗൺസിലിംഗിന് ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകുകയും ചെയ്തു. ഇപ്പോൾ വിവരങ്ങളുമായി സ്വാലിഹ് ചേരുന്നു മലപ്പുറത്തു നിന്ന്. സ്വാലിഹ്, പറഞ്ഞിരുന്ന പോലെ തന്നെ കൃത്യം 12 മണിക്ക് ഗരീബ് രഥ് എക്സ്പ്രസിൽ കുട്ടികളെയും കൊണ്ട് സംസ്ഥാന പോലീസ് താനൂർ പോലീസ് സംഘം എത്തിച്ചേർന്നു. അവരെ ഇനിയിപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു കാര്യങ്ങൾ? കുട്ടികളെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള ഈ തിരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ബന്ധുക്കളെല്ലാം തന്നെയുണ്ട്. ഇവിടെ നിന്ന് നേരെ പോലീസ് പ്രാഥമികമായി ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയും. അതിനുശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും. പിന്നീട് CWCയിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം കൗൺസിലിംഗ് കൂടി പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് കുട്ടികളെ കൈമാറുക. അതേസമയം ഇപ്പോൾ ഇവരും യാത്രയിൽ സഹായം നൽകിയ റഹീം അസ്ലം കസ്റ്റഡിയിലുണ്ട്. കുട്ടികളിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം കേസെടുക്കുന്നത് കുറിച്ചുള്ള ആലോചന നടത്തും. പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതും ചെയ്യുമെന്ന് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കുട്ടികൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ബന്ധുക്കളെല്ലാം വലിയ സന്തോഷത്തിലാണ് കുട്ടികളെ സ്വീകരിച്ചത്. സിജു, സ്വാലിഹി, റഹീം അസ്ലം മായുള്ള കുട്ടികളുടെ പരിചയം എങ്ങനെയാണ്? താനൂർ സ്വദേശി തന്നെയാണോ റഹീം അസ്ലം? എത്ര വയസ്സുണ്ട് ഈ റഹീം അസ്ലത്തിന്? മലപ്പുറം എടവണ്ണ സ്വദേശിയാണ് റഹീം അസ്ലം. വയസ്സ് കൃത്യമായി അറിയില്ല. പക്ഷെ ഇയാൾ ഈ കുട്ടികളെ സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടു. വളരെ അടുത്ത കാലത്താണ്, ചുരുങ്ങിയ ദിവസം മുമ്പാണ് പരിചയപ്പെട്ടത് എന്നാണ് പറയുന്നത്. ഈ ഫാത്തിമ ഷഹദ എന്ന പെൺകുട്ടിയുമായി ഇയാൾ ചാറ്റ് ചെയ്തിരുന്നു. ഈ പരിചയത്തിലാണ് കുട്ടികൾ യാത്രാ സഹായം ചോദിക്കുന്നത്. അങ്ങനെ യാത്രയിൽ മറ്റു സഹായങ്ങൾ, ഈ സ്വർണം വിൽക്കുന്നതിനൊക്കെ കുട്ടികളെ ഇയാൾ സഹായിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് കരുതുന്നത്. ഇക്കാര്യത്തിലെല്ലാം ഒരു വ്യക്തതയ്ക്ക് ശേഷം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തേക്കും. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കുട്ടികൾ എടവണ്ണ സ്വദേശിയായ റഹീം അസ്ലവുമായി സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് കുട്ടികളും ഒരേ സമയം തന്നെ ഇയാളുമായി കോൺടാക്ട് ചെയ്തിരുന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ലഭിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഈ 3 പേരെയും ഒരുമിച്ചിരുത്തി വേണം ഈ ചോദ്യങ്ങൾ നടത്തേണ്ടുള്ളത്. എന്താണ് ഈ റഹീം അസ്ലത്തിന് താനെയിലുള്ള ജോലി എന്താണ്? ഇയാൾ മഞ്ചേരിയിൽ ഒരു സ്ഥാപനത്തിലെ മാനേജറാണ്, സെയിൽസ് മാനേജറാണ്. ഇയാൾക്ക് ഈ കുട്ടികൾ മുംബൈയിലേക്ക് പോകാനുള്ള സഹായം ഇയാളോട് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് ഇയാൾ 5 ദിവസത്തെ ലീവ് എടുത്താണ് ഈ കുട്ടികളോടൊപ്പം ചേർന്നത്. അതേസമയം കുട്ടികൾ ഇങ്ങനെ പെട്ടെന്നൊരു യാത്രയിലേക്കൊന്നും പോയതിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ ഇയാൾക്ക് അറിയില്ലായിരുന്നു. ഇതെല്ലാം അറിഞ്ഞതോടുകൂടെ പനവേലിൽ നിന്ന് ഇയാൾ മാറി പോവുകയും ചെയ്തു. ഈ കുട്ടികളെ അവിടെ ഉപേക്ഷിച്ച് ഇയാൾ പോവുകയും ചെയ്തു. കുട്ടികളോട് വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അതിന് കുട്ടികൾ തയ്യാറായില്ല. ഇതോടെ ഇയാൾ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. പിന്നീട് പോലീസ് ബന്ധപ്പെട്ടപ്പോൾ വിവരങ്ങളെല്ലാം തന്നെ ഇയാൾ കൈമാറിയിരുന്നു. മറ്റു ദുരുദ്ദേശങ്ങളൊന്നും ഈ കുട്ടികൾക്കുണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. കുട്ടികൾക്ക് ഈ യാത്ര, വീട് വിട്ടിറങ്ങണം, അതിന് ഒരു സഹായം വേണം. അത് കുട്ടികൾ ഉപയോഗിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് പോലീസിലോ മറ്റോ അറിയിക്കുന്നതിന് പകരം ഇയാൾ പണം കണ്ടെത്തുന്നതിനുൾപ്പെടെ സഹായം ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം. ഇതെല്ലാം പോലീസ് വിശദമായി ചോദിച്ച് വരികയാണ്. അതായത് റഹീം അസ്ലം ആദ്യം ചെയ്യേണ്ടിയിരുന്നത് സ്വാഭാവികമായും ഇങ്ങനെ 2 കുട്ടികൾ വീട് വിട്ടിറങ്ങുമ്പോൾ ആ കുട്ടികൾ വീട് വിട്ടിറങ്ങി അവരെ വീട്ടുകാരെ അറിയിക്കുക, അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കുക എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കുട്ടികൾ ഈ മുംബൈയിൽ ഇറങ്ങി അവിടെ ഒരു ഹെയർ സലൂണിൽ കയറി ഹെയർ സ്ട്രൈറ്റനിങ് അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിച്ചു. അതിന് വലിയ തോതിൽ പൈസ ചിലവാകുകയും ചെയ്യുന്നു. ഈ പൈസ നൽകിയത് ഈ റഹീം അസ്ലം ആയിരുന്നോ? അല്ല, കുട്ടികൾ തന്നെ കണ്ടെത്തിയ പൈസയാണ്. കുട്ടികളുടെ അടുത്ത് കാശ് ഉണ്ടായിരുന്നു. ഈ ഫോട്ടോ ഫ്രെയിം ചെയ്തും മറ്റുമൊക്കെ ഈ കുട്ടികൾ പണം സമാഹരിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിൽപ്പന നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഇയാളുടെ ഒരു ചെറിയ സഹായം കിട്ടിയെന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. പക്ഷേ എന്താ ഈ വീട് വിട്ടിറങ്ങുക, ഈ വീട്ടിലുള്ള ഈ ചില പ്രശ്നങ്ങൾ, കുട്ടികളുടെ ഇഷ്ടങ്ങൾ നടക്കാതിരുന്നത്, മുടി സ്ട്രൈറ്റനിങ് ഉൾപ്പെടെയുള്ള ചില ഇഷ്ടങ്ങളൊന്നും നടക്കാതിരുന്നതും അമിതമായി കുട്ടികളെ കെയർ ചെയ്യുന്നതിലൊക്കെയുള്ള ചില പരിഭവങ്ങളാണ് ഈ വീട് വിട്ടിറങ്ങാൻ കാരണമായത് എന്നാണ് പോലീസ് പറയുന്നത്. അമിതമായി കെയർ ചെയ്തതായിരുന്നു കുട്ടികളുടെ പ്രശ്നം. സാധാരണ കുട്ടികൾ വീട്ടുകാർ വഴക്ക് പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ് വീട് വിട്ട് ഇറങ്ങാനുള്ളത്. ഇത് അമിതമായ കെയറിങ് ഉണ്ട് എന്നുള്ളതാണോ കുട്ടികളുടെ ഒരു ആരോപണം? തീർച്ചയായും കുട്ടികൾ പഠനത്തിലൊക്കെ വളരെ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളായിരുന്നു. സ്ക്രൈബിനെയൊക്കെ ഉപയോഗിച്ചാണ് പരീക്ഷയൊക്കെ എഴുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ കുട്ടികളൊക്കെ സ്കൂൾ ടൂറൊക്കെ പോകുന്നതിനൊന്നും
സമയത്തൊന്നും സാധാരണ ഇവരെ വീടുകളിൽ നിന്ന് വിടാറില്ല. അങ്ങനെയൊക്കെയുള്ള ചില പരിഭവങ്ങൾ കുട്ടികൾക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ചില ഇഷ്ടങ്ങൾ, മുടി സ്ട്രൈറ്റനിങ് ചെയ്യുക, ഇങ്ങനെയൊക്കെ കുറെ ആവശ്യങ്ങൾ കുട്ടികളായി പറഞ്ഞിരുന്നു. ഈ ഫാത്തിമ കുറച്ച് മുൻപ്, ഒരു 6 മാസം മുൻപ് സ്കൂളിൽ നിന്ന് ടൂർ പറഞ്ഞേക്കാൻ തുടർന്ന് ഇത് സമാന രീതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കോയമ്പത്തൂരിൽ നിന്നാണ് അവളെ കണ്ടെത്തിയിരുന്നത്. അതിനുശേഷം കൂടുതൽ റെസ്ട്രിക്ഷൻ വീട്ടിലുണ്ടായി. അതാണ് ഇത്തരത്തിലൊരു പോകുന്നതിന് പ്രചോദനമായത് എന്നാണ് പോലീസ്. ഈ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഉൾപ്പെടെ കൗൺസിലിംഗ് കൊടുത്തതിന് ശേഷമായിരിക്കും വീട്ടിലേക്ക് അയക്കുക. ശരി സ്വാലിഹ്, ഏതായാലും ഇത്തരം വിഷയങ്ങളിൽ കൗമാരക്കാരായ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ കുട്ടികളുടെ രക്ഷിതാക്കൾക്കടക്കം കൗൺസിലിംഗ് കൊടുക്കേണ്ടതുണ്ട്, അവരെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ഏതായാലും വലിയ ആശ്വാസമാണ്, 2 കുട്ടികളെയും കണ്ടെത്താൻ കഴിഞ്ഞു. കേരള പോലീസിൻ്റെ ഒരു അന്വേഷണ മികവ് കൂടി ഈ സാഹചര്യത്തിൽ എടുത്ത് പറയേണ്ടതുണ്ട്.